ഹായ് ഓൾ, വെൽക്കം ടു UPSC ഇൻസൈറ്റ്സ്. ലേൺ ത്രൂ PYQs എന്ന് പറയുന്ന പുതിയൊരു സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഓരോ PYQ ആയിട്ട് ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നതാണ്. ജോഗ്രഫിയിൽ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. 2026 നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ റിവറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏത് റിവറാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ റിവർ ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഹാസ് ആൻ ആൻറ്റിസിഡന്റ് ഡ്രെയിനേജ് സിസ്റ്റം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഫ്ലോസ് ത്രൂ 3 countries. Third statement, it originates in the Tibetan Plateau and is an important river for irrigation. Fourth statement, it does not form distributaries. സെലക്ട് ദ ആൻസർ ഫ്രം ദ ഫോളോയിങ്. ബ്രഹ്മപുത്ര, ഇൻഡസ്, സത്ലജ്, ടീസ്റ്റ. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, ആൻറ്റിസിഡന്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അതായത് ഈ എന്താ പറയുന്നത്, ഈ ഗോർജസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ടൈപ്പ് റിവറുകളെയാണ് നമ്മൾ ആൻറ്റിസിഡന്റ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഭൂമിയിൽ എന്ത് മാറ്റം ഉണ്ടായാലും അത് ഈ റിവറിന്റെ ഫ്ലോയെ ഒരിക്കലും ബാധിക്കത്തില്ല. അതിങ്ങനെ കട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് നോക്കാം. 3 രാജ്യങ്ങളിലൂടെ പോകുന്ന നദിയായിരിക്കണം. ടിബറ്റിൽ ഉത്ഭവിക്കുന്നതും ഇറിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയായിരിക്കണം. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ്സ് അതിന് ഉണ്ടാവാനും പാടില്ല. ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് ഏത് റിവറിലാണ് നമുക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട മേജർ റിവറുകളിൽ തന്നെ ബ്രഹ്മപുത്ര, ഇൻഡസ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട റിവറുകൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. സത്ലജ്, ടീസ്റ്റ ഉൾപ്പെടെ 2 നദികൾ അറബിക്കടലിൽ വന്ന് ചേരുന്നതും 2 നദികൾ ബേ ഓഫ് ബംഗാളിൽ വന്ന് ചേരുന്നതുമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ടീസ്റ്റ എന്ന് പറയുന്ന നമ്മുടെ ഡി ഓപ്ഷൻ നമുക്ക് ആദ്യം എടുക്കാം. ഈ ടീസ്റ്റ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആൻസർ അല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 രാജ്യങ്ങളിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇന്ത്യയിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിലൂടെ അത് പോയി ബേ ഓഫ് ബംഗാൾ വന്നു ചേരുന്നു എന്നേ ഉള്ളൂ. ഗംഗ, മേഘന, ബ്രഹ്മപുത്ര ആ ഒരു നെറ്റ്വർക്കിലേക്ക് വന്ന് അത് ആ ഒരു ബേ ഓഫ് ബംഗാൾ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ടിബറ്റൻ പ്ലേറ്റൂലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ തെറ്റാണ്. എവിടെയാണത് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സിക്കിമിലാണ്. ഇന്ത്യയിലെ സിക്കിമിൽ ടീസ്റ്റ ഗാങ്സെ ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഗ്ലേഷ്യറിൽ അത് ഫോം ചെയ്ത് സോലാമോ ലേക്ക് ഫോം ചെയ്ത് അവിടുന്ന് അത് ഒഴുകിയാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി അടുത്ത നമ്മുടെ ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഇൻഡസ് നമ്മുടെ ബി ഓപ്ഷനാണ്. ഇൻഡസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുമ്പം ഈ ആൻറ്റിസിഡന്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് ആണ് എന്നുള്ളത് കാണാം. 3 രാജ്യങ്ങളിലൂടെ അത് ഒഴുകി പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ അത് ഈ മാനസരോവറിനടുത്ത് കൈലാഷ് റേഞ്ചിലാണ് അത് ഉത്ഭവിക്കുന്നത്. അതിനുശേഷം അത് നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ലഡാക്കിലും കശ്മീരിലൂടെയും കടന്ന് പാകിസ്ഥാനിൽ ചെന്ന് പാകിസ്ഥാൻ സിന്ധ് മേഖലയിലൂടെ ഒഴുകി അത് ഈ അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കാണാം. ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നത്. ഇറിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ സിന്ധ് മേഖലയിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് സിന്ധൂർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഇൻഡസ് റിവറിന്റെ ഒക്കെ ഈ വാട്ടറിനെ ചൊല്ലിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ടർ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമസിയുടെ ഒരു ഭാഗമായിട്ടൊക്കെ അത് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ ഇറിഗേഷൻ, അഗ്രികൾച്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഈ ഇൻഡസ് റിവറിന് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ട്. പല കൈവഴികളായിട്ട് അത് തിരിഞ്ഞ് അത് കൃത്യമായി ഒരു ഡെൽറ്റ തന്നെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഈ ആൻറ്റിസിഡന്റ് എന്താണ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് പോകാം. എന്താണ് ഈ ആൻറ്റിസിഡന്റ്? ഈ ഇൻഡസ് ഒരു ആൻറ്റിസിഡന്റ് ആണ്. നമ്മൾ ഈ ടെക്ടോണിക് ആക്ടിവിറ്റികൾ കാണും. ഭൂമിയുടെ ഉപരിതലം അത് എന്ത് മാറ്റത്തിന് വിധേയമായാലും ശരി, റിവറിന്റെ കോഴ്സിന് ഒരിക്കലും ഒരു വ്യത്യാസം വരത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ റിവർ ഇങ്ങനെ ഒഴുകുകയാണ്. ഓക്കെ, ഈ റിവർ ഇങ്ങനെ ഒഴുകുന്നു. അതിൻ്റെ ഒരു ടെക്ടോണിക് ആക്ടിവിറ്റി ഉണ്ടായി. ഈ ഭാഗം പൊങ്ങി വന്നു. ഈ ഇപ്പുറത്ത് ഈ ബി എന്ന് പറയുന്ന ഈ ഇമേജിൽ ഈ ഭാഗവും പൊങ്ങി വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി ഒഴുകുന്ന ഈ റിവർ അതിന് ഒരു മാറ്റവും ഇല്ല. അത് അതേപോലെ തന്നെ ഒഴുകുകയാണ്. ഇത് പൊങ്ങി വന്നാലും ഇതിനെ കട്ട് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഫൈനലായിട്ട് നമ്മൾ കാണുമ്പോൾ ഈ മലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ഗോർജസ് പോലെയുള്ള ഈ ഫോർമേഷനൊക്കെ നമുക്ക് ഈ നദികളുടെ 2 ഭാഗത്തും കാണാനൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള റിവറുകളെയാണ് നമ്മൾ ആൻറ്റിസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസിനെ സംബന്ധിച്ച് ആൻറ്റിസിഡന്റ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് ഇത് കുരുക്കിലാകുന്നത്. ഇവിടെ നോക്കാം, നമ്മുടെ ഇൻഡസ് റിവറിന്റെ ഈ സിന്ധില്
ഇത് നമ്മുടെ അറബിക്കടലിൽ വന്ന് ഒഴുകിച്ചേരുന്ന പ്രദേശം നമുക്ക് നോക്കാം. കണ്ടോ, ഇഷ്ടംപോലെ നദികളായിട്ട് അത് പല കൈവഴികളായിട്ട് പിരിഞ്ഞാണ് ഇത് ഒഴുകി ചെല്ലുന്നത്. സോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ്സ് ഇല്ല, നാച്ചുറൽ ഡിസ്ട്രിബ്യൂട്ടീവ്സ് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തെറ്റായിട്ടാണ് വരുന്നത്. സോ ഇൻഡസ് അല്ല നമ്മുടെ ഉത്തരം. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. ബ്രഹ്മപുത്ര. അവിടെ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ചൈനയിൽ നമ്മുടെ ടിബറ്റിലാണ് അത് ഉത്ഭവിക്കുന്നത്. യാർലുങ് സാങ്ബോ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ഗ്ലേഷ്യറിൽ അത് ഫോം ചെയ്ത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് കടന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് എത്തി ഒരു ഗംഗ മേഖല ഒരു ഡെൽറ്റയായിട്ട് അത് ഫോം ചെയ്ത് സുന്ദർബനിൽ വന്ന് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദി കൂടിയാണിത്. അപ്പോൾ നമ്മൾ നോക്കാം, ആൻറ്റസിഡൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആണത്. അതും ആൻറ്റസിഡൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ്. 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. അതേപോലെ തന്നെ ടിബറ്റൻ പ്ലേറ്റൂയിലൂടെ അത് ഒറിജിനേറ്റ് ചെയ്ത് ഇറിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയാണ്. എന്നാൽ ഇവിടെ നോക്കിക്കോ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഫോം ഡിസ്ട്രിബ്യൂട്ടീവ്സ് എന്നുള്ളതിനകത്ത് ഇത് വീണ്ടും ഫെയിൽ ആകുന്നതായിട്ട് നമുക്ക് കാണാം. നോക്കിക്കോ, ഈ സുന്ദർബൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നദികൾ വന്നു ചേരുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം. വെറുതെ ഒരു പൊളിറ്റിക്കൽ മാപ്പിൽ നോക്കിയാൽ പോലും നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന മേഘന ജമുന ഒരു കോൺഫ്ലിക്ട്സും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ബ്രഹ്മപുത്ര ജമുന മേഘന നദികളുടെ ഒരു കോൺഫ്ലിക്ട്സിലുള്ള ഒരു ഡെൽറ്റ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരുപാട് കൈവഴികളുണ്ട്. സോ ഡിസ്ട്രിബ്യൂട്ടീവ്സ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമുക്ക് ബ്രഹ്മപുത്രയല്ല നമ്മുടെ ആൻസർ. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്രഹ്മപുത്രയെ സംബന്ധിച്ച് അത് തെറ്റാണ്. നമ്മുടെ റൈറ്റ് ആൻസർ സത്ലജ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കതിനകത്ത് യോജിച്ചു പോകുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റിസിഡന്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഈ ഇൻഡസിനെയും ബ്രഹ്മപുത്രയും പോലെ തന്നെ അത് ഹിമാലയേക്കാൾ ഹിമാലയയുടെ ആ ഒരു ഒരു ഫോർമേഷനേക്കാൾ പഴക്കം ചെന്നാണ്. അപ്പം ഹിമാലയം ഈ പറയുന്ന സത്ലജിന്റെ ഫോർമേഷന് ശേഷം രൂപപ്പെട്ടതായതുകൊണ്ട് തന്നെ ഹിമാലയം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഇതിനകത്ത് വലിയ ഗോർജസ് ഒക്കെ ഫോം ചെയ്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ അത് ആൻറ്റിസിഡന്റ് ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് മാറി. ഇനി ചൈനയിൽ ടിബറ്റിൽ ഉത്ഭവിച്ച് ഇന്ത്യ പാകിസ്ഥാനിലൂടെ അത് ഒഴുകുന്നു. നമ്മുടെ ടിബറ്റൻ പ്ലേറ്റൂല് രക്ഷാസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഇത് രൂപപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ ബക്രാനങ്കൽ ഡാം, ഇന്ദിരാഗാന്ധി കനാൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രൊജക്ട്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയാണ് ഈ സത്ലജ് എന്ന് പറയുന്നത്. ഇനി അതിന് ഒരു നാച്ചുറൽ ഡിസ്ട്രിബ്യൂട്ടീവ്സ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ ഇൻഡസ് ആണെങ്കിലും ബ്രഹ്മപുത്ര ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ്സ് ഒരുപാട് കാണാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ സത്ലജ് അതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറീസും ഇല്ല. ഇത് നേരെ ഒഴുകി ചെന്ന് ചെനാബുമായിട്ട് ചേർന്ന്, ചെനാബ് എന്ന് പറയുന്ന നദിയുമായിട്ട് ചേർന്ന് പാഞ്ച്നാട് എന്ന് പറയുന്ന ഒരു റിവറായിട്ട് മാറുന്നു. ഈ പാഞ്ച്നാട് എന്ന് പറയുന്ന റിവർ നേരെ ഇൻഡസിലേക്ക് എത്തുകയാണ്. ഇതിനിടയിൽ അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറീസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് കൃത്യമായിട്ട് വരുന്നത് നമ്മുടെ ഈ സത്ലജ് എന്ന് പറയുന്ന നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഇവിടെയാണ് അത് ഫോം ചെയ്യുന്നത്. ഇതിങ്ങനെ ഒഴുകി വരികയാണ്. ഓക്കെ, അങ്ങനെ ചെനാബുമായിട്ട് ചേർന്ന് ഇത് എന്ത് ചെയ്യുന്നു, പിന്നീട് പാഞ്ച്നാടായിട്ട് മാറി നമ്മുടെ ഇൻഡസിലേക്ക് എത്തുകയും അതങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നോക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടീവ്സ് ഒന്നും കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ആൻറ്റിസിഡന്റ് ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഇതാണ് സത്ലജ് റിവറിന്റെ മൊത്തത്തിലുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.